السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة. اللهم وجهنا للخير وجه الخير إلينا يا أرحم الراحمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് ബഹുമാനികളെ, സഹോദര സഹോദരിമാരെ, ഇന്നലെ നാം ഫതുഹുൽ മുഈനിന്റെ ക്ലാസ് എത്തിയത് മദ്ഹബുൽ ഇമാം ഷാഫി റഹ്മഹുല്ലാ എന്ന് പറഞ്ഞ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കുറിച്ചുള്ള ആ സിൽസിലയും അവരുടെ പരമ്പരയും അവരുടെ ജനനം വഫാത്ത് ഇതൊക്കെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി വരാനുള്ളത്, അതായത് ഒരു മുഖ്തസർ, ഫിഖഹിലായിട്ടുള്ള ഒരു മുഖ്തസർ എന്നാണല്ലോ പറഞ്ഞത്. അവിടെ നമ്മൾ ഫിഖ് എന്താണെന്നും അതിന്റെ ഭാഷാർത്ഥവും അതിന്റെ സാങ്കേതിക അർത്ഥവും ഈ ഫിഖഹിനെ എടുത്തിട്ടുള്ളത് എന്തിനാണ് എന്നും ഒക്കെ പറഞ്ഞു. അതിന്റെ സാങ്കേതിക അർത്ഥം നമ്മൾ പറഞ്ഞു. ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യ അൽ അമലിയ്യ എന്നുള്ള അൽ മുക്തസബു മിൻ അദില്ലത്തിഹ തഫ്സീരിയ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചു. നമുക്കറിയാം, അതായത് അമല് ചെയ്തുണ്ടാക്കുന്ന, പ്രവർത്തിച്ചുണ്ടാക്കുന്ന അമലിയായ ശർഇയ്യായ അഹ്കാം കൊണ്ടുള്ള ഇൽമിനിക്കാണ് ഇസ്തിലാഹില് ഫിഖ്ഹി എന്ന് പറയുക. അപ്പോ ഇത് അധ്വാനിച്ചുണ്ടാക്കുന്നതായിരിക്കണം എന്ന് വെച്ചാല് അള്ളാഹുവിന്റെ ഇൽമ്, അതുപോലെ തന്നെ അമ്പിയാക്കളുടെ, അതുപോലെ മലായിക്കത്തിന്റെ, ഇങ്ങനെയൊക്കെയുള്ള ഇൽമുകളൊന്നും ഈ വകുപ്പിൽപ്പെട്ടതല്ല എന്നും ഒക്കെ നമ്മൾ അവിടെ പ്രതിപാദിച്ചു, നമ്മൾ മനസ്സിലാക്കി. അതുപോലെ അതില്ലത്തി തഫ്സീലിയ എന്ന് പറഞ്ഞു. പിന്നെന്തല്ല, തഫ്സീലിയായ അതില്ലത്താണ്, ഇജ്മാലിയായ അതില്ലത്തല്ല. അത് രണ്ടും രണ്ടാണല്ലോ. കാരണം നമുക്കറിയാം, ഇജ്മാലിയായ തഫ്സീലി എന്ന് പറയുമ്പോൾ അത് ഉസൂലുൽ ഫിഖ്ഹ് ബയാൻ ചെയ്യുന്നതാണ്. ഉസൂലുൽ ഫിഖ്ഹ് ബയാൻ ചെയ്യുമ്പോൾ അവിടെ അംറ് വുജൂബിനിക്കാണ്, നഹി തഹരീമിനിക്കാണ്, വുജൂബ് അതുപോലെ ഹറാം എന്നൊക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ടല്ലോ. അപ്പോ അംറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ്, നഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ്. രണ്ടും അല്ലാത്തതിന്റെ ഇടക്കുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുസ്തഹബാണ്. ഇങ്ങനെയുള്ള ഇജ്മാലിയായിട്ടുള്ള കാര്യങ്ങളെയാണ് എവിടെ ഉസൂലുൽ ഫിഖ്ഹിൽ ബയാൻ ചെയ്യുക. അതിൽ നിന്നുമാണ് തഫ്സീലിയായ ദലീലുകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ മസ്അലകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത് എന്നൊക്കെ നമ്മൾ പ്രതിപാദിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ അത് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടി ഇൻക്ലൂഡ് പറയാനേ ഉള്ളൂ. അപ്പൊ തഫ്സീലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ അഖീമുസ്വല, അപ്പൊ നാം അതിനെ ഖദിയ കൂട്ടും. അഖീമുസ്വല എന്ന് പറഞ്ഞതാവുന്നത് അംറാണ്. അൽ അംറു ലിൽ വുജൂബി, അംറ് വുജൂബിനിക്കുള്ളതാണ്. അപ്പോ സ്വലാത്ത് എന്തിനുള്ളതാണ്? വുജൂബിനുള്ളതാണെന്ന് കിട്ടും. അത് അൽ അഖീമുസ്വല അംറുൻ കുല്ലു അംറിൽ വുജൂബി. അപ്പോ വസ്വലാത്തു ലിൽ വുജൂബി, ഒന്നാം ശക്കലിലെ മുജബ കുല്ലിയും സാലിബ ജുസിയും കൂട്ടിയിട്ട് നമ്മൾ അതിനെ നെറ്റിച്ച് പുറപ്പെടുവിക്കുമ്പോൾ അങ്ങനെയാണ് കിട്ടുക. അപ്പൊ ആ ശൈലിയിലാണ് ഇത് എടുക്കുക എന്ന് പറയുന്നത്. അതായത് കുല്ലു മുസ്കരിൻ ഹറാമുൻ എന്ന് നമ്മൾ പറയും. അപ്പോ കുല്ലു മുസ്കരിൻ ഹറാമുൻ വൽ ഖംറു മുസ്കിറുൻ, അപ്പോ അതിന് നമുക്ക് നെറ്റിജ കിട്ടും വൽ ഖംറു ഹറാമുൻ. ഇങ്ങനെ തഫ്സീലിയായിട്ട് കൊണ്ടുവരുന്ന അതില്ലത്തുകൾ, അതിനാണ് ശറഇൽ ഫിഖ്ഹ് എന്ന് പറയുക എന്നൊക്കെ നമ്മൾ ഏകദേശം ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോ അഖീമുസ്സല അംറു വുജൂബിനിക്കാണ്, എല്ലാ വുജൂബിനിക്കുള്ള അഖീമുസ്സല വുജൂബിനിക്കാണ്, എല്ലാ അംറും വുജൂബിന്റെ മേൽ അറിയിക്കുന്നു. അപ്പോ ഇവിടെ നിസ്കാരം എന്നുള്ള സ്വലാത്ത് വുജൂബിന്റെ മേൽ അറിയിക്കുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇങ്ങനെ കിട്ടുന്ന വിജ്ഞാനങ്ങൾ, ഇതിനാണ് തഫ്സീലി ആയിട്ടുള്ള വിജ്ഞാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ആയത്തുകളെ, ഓരോ ഹദീസുകളെ ഇജ്മായിൽ നിന്ന് ഖിയാസിൽ നിന്നൊക്കെ പിടിക്കപ്പെട്ട ഇൽമുകളാണ് നമ്മൾ ബഹസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ വിഷയവും നമ്മൾ പ്രതിപാദിച്ചു. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കുടുംബ പരമ്പര വിശദീകരിക്കുന്ന ഭാഗത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോ നമ്മൾ വന്നത്
അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് വസമ്മൈതുഹു ബിഖുറത്തിൽ ഐനി ബിബയാനി മുഹിമ്മാതി അഹ്കാമിദ്ദീൻ ഇന്ദഖബ്തുഹു വഹാദ الشرح من الكتب المعتمدة للشيخين خاتمة المحققين شهاب الدين أحمد بن حجر الهيثمي. അപ്പോ എന്റെ മനസ്സിൽ ഹാദറായിട്ടുള്ളത്, ദിഹനിൽ ഹാദറായിട്ടുള്ള ഈ മുഖ്തസർ എന്ന് പറഞ്ഞിട്ട് ആ മുഖ്തസർ ഇന്നതാണ് എന്നൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നു. അത് ഫിഖ്ഹിലുള്ളതാണ്, അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ മദ്ഹബ് അടിസ്ഥാനത്തിലുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു നമുക്ക്. അപ്പോൾ മനസ്സിൽ ഹാദറായിട്ടുള്ള ആ കുട്ടി, ഇനി ആ കുട്ടിക്ക് ഒരു പേരിടണല്ലോ. അങ്ങനെയാണല്ലോ, നമ്മള് ഒരു കുട്ടി ഉണ്ടാവാൻ ആഗ്രഹിച്ചു, അങ്ങനെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് പേരിടണം എന്നാണല്ലോ. അപ്പൊ എന്ന പോലെ ഈ മുഖ്തസർ ദിഹനിൽ ഹാദറായി, അതെല്ലാം ക്ലിയർ ആയി മനസ്സിൽ വന്നു, ഒക്കെ അതിന്റെ തേലീഫിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അതിന് ഒരു പേരിടണം. അപ്പൊ എന്താണ് ഞാൻ പേരിട്ടത് എന്നാണ്. വസമ്മൈതു, ഞാൻ പേര് വെച്ചു, ഹു ഈ മുഖ്തസറിനിക്ക്. എന്തുകൊണ്ട് പേര് വെച്ചു? ബി ഖുറത്തിൽ ഐൻ, എന്തോ ഒരു പേര്, കണ്ണ് കുളിർമയാവുക എന്നത് കൊണ്ട് ഞാൻ സമ്മൈതു പേര് വെച്ചു. കണ്ണ് കുളിർമയാവും, കണ്ണിന് ആനന്ദം കിട്ടും, സമാധാനം കിട്ടും, ശാന്തി കിട്ടും. ഏതൊരു മസല നോക്കിയാലും പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനും നോക്കാനും പറയാനും ധൈര്യമായിട്ട് പറയാനും കഴിയും. ഹഖീഖുള്ള മസലകളെ അതിൽ പ്രതിപാദിക്കുള്ളൂ. അത് ഖീലയും ഖാലയും ഒക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ല, മുഅ്തമദായ മസലകൾ മാത്രം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണല്ലോ. ബി ഖുറത്തിൽ ഐനി, കണ്ണ് കുളിർമയാകുക എന്നതുകൊണ്ട്. എന്തുകൊണ്ട് ഖുറത്ത്, എന്തുകൊണ്ട് കണ്ണ് കുളിർമയാകുന്നു? ബി ബയാനി മുഹിമ്മാത്തി അഹ്കാമിദ്ദീൻ, ദീനിന്റെ നിയമങ്ങളിൽ നിന്നും മുഖ്യമായതിനെ ബയാൻ ചെയ്യൽ കൊണ്ട്. അപ്പോ ഒരു മസല പറഞ്ഞ് അതിന്റെ ഖീല അങ്ങനെയൊന്നുമില്ല. പിന്നെ അദ്ഹർ സഹി അങ്ങനെയുള്ള വിഷയങ്ങളും ഇല്ല. അതിന്നൊക്കെ കടഞ്ഞു തെളിക്കുക. ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ എല്ലായ്പ്പോഴും അത് തന്നെ ബയാൻ ചെയ്യുന്ന ഒരു രീതി വരാതെ മുഅ്തമദായ മസ്അലകൾ മാത്രം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ മൊയ്ൻ. അപ്പൊ എന്ത് പേര് വെച്ചു? ഖുറത്തുൽ ഐൻ എന്നുകൊണ്ട്. എന്തുകൊണ്ട് കണ്ണുകുളിർമാകുക? ബി ബയാനി മുഹിമ്മാത്തി അഹ്കാമിദ്ദീൻ, ദീനിന്റെ ഹുക്കുമുകളിൽ നിന്ന് മുഖ്യമായതിനെ ബയാൻ ചെയ്യലുകൊണ്ട്. അതിന്റെ ഷർഹ ഇന്ദഖബ്തു, ഞാൻ തിരഞ്ഞെടുത്തു, ഹു ഈ മുഖ്തസറിനെ. പിന്നെന്തിനേയും വഹാദ ഷർഹ, ഇതിലൊരു പ്രത്യേകത ഉണ്ട്. എല്ലായിടത്തും കിതാബിന്റെ മത്തിന് ഒരാളും ഷാരി വേറെയുള്ള കാരം. ഇവിടെ ഷറഹും മത്തിനും ഒരാൾ തന്നെ. അങ്ങനെയാണ് പ്രസംഗിക്കുന്നതിന്റെ രണ്ടും പറയുന്ന ധാരണയാണ്. മാത്തിനും ഷാരിയും ഒരാളാണ്. അപ്പോ വഹാദ ഷർഹ, ഈ ഷറഹിനെയും ഈ ഈ മുഖ്തസറിനെയും ഞാൻ തിരഞ്ഞെടുത്തത്, ഞാൻ അതിലുള്ള മസലകളൊക്കെ ഇതിൽ കൊണ്ടുവന്ന് വെച്ചത് എവിടെന്നാണ്? അതാ പറയുന്നത്. അതാകുന്ന മിനൽ കുത്തുബിൽ മുഅ്തമദത്തി, പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഏതെങ്കിലും ഗ്രന്ഥങ്ങളോ അല്ല, പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ആ കാലഘട്ടത്തിൽ ആ മദ്ഹബിൽ ഉറച്ചു നിൽക്കുന്ന പാറ പോലെ ഉറച്ച ആലിമികളായ, അതായത് മല പോലത്തെ ഉറച്ച ഇമാമികൾ എന്നൊക്കെ അതിന് ഭാഷാപരമായി പറയും. അങ്ങനത്തെ തഹഖീഖിന്റെ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ കിതാബിൽ നിന്നുമാണ് ഞാനിതിനെ പിടിക്കപ്പെട്ടത്. മിനൽ കുത്തുബിൽ മുഅ്തമദ, പരിഗണിക്കപ്പെടേണ്ടതായ ഗ്രന്ഥങ്ങളിൽ നിന്നും. ആർക്കുള്ള ഗ്രന്ഥങ്ങളാണ്? ലിശൈഖൈന, നമുക്കുള്ള ഷെയ്ഖ്, അതായത് ഖാത്തിമത്തുൽ മുഹഖഖീൻ, നമുക്കുള്ള ഷെയ്ഖന്മാര്, വെറും ഒരു ഷെയ്ഖല്ല. ഷെയ്ഖൈന, നമുക്കുള്ള ഷെയ്ഖന്മാര്, ശുയൂഖ്, അവരാണ്. അതായത് ആരാണ് ഷെയ്ഖ്? ഖാത്തിമത്തി മുഹഖഖീൻ, മുഹഖഖീങ്ങൾക്കുള്ള അവസാന ബിന്ദുവാണ്. അതാണ്. അപ്പൊ മുഹഖഖ് തഹഖീഖ് പറയുന്നതില്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടമില്ലാതെ ആ മസ്അലാണ് പറഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊരു സംശയത്തിന് ഇടവരാതെ ഉറപ്പിച്ച് പറയുന്ന മസ്അലകൾ പറയുന്ന ആള്. അതാരാണ്? ഷിഹാബുദ്ദീൻ, ദീനിന്റെ ഷിഹാബാണ്, ചെങ്കോലാണ് ഷിഹാബുദ്ദീൻ. എന്താണ് ലഖബാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ. കാരണം അവരുടെ ആ മസ്അല പറയുന്നത് കൊണ്ടും അവരുടെ വിജ്ഞാനത്തിന്റെ പവർ കൊണ്ടും അങ്ങനെയാണ്. ദീനിന്റെ വെള്ളി നക്ഷത്രമാണ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഹക്ക് ബാത്തിന്റെ ഇടയിൽ ഷിഹാബ് പോലെ ചെങ്കോലായിട്ട് നിൽക്കുന്നതാണ്. കൗക്കബ്, നക്ഷത്രങ്ങൾക്കാണ് ഷിഹാബ് എന്ന് പറയാം. അപ്പൊ ആ നക്ഷത്ര തുല്യമായിട്ട് നിൽക്കുന്ന, പ്രകാശിച്ചു നിൽക്കുന്ന, പ്രകാശഗോപുരമായ ആ മാനകളൊക്കെ ഉള്ള ആ അർത്ഥതലങ്ങളിലേക്ക് എത്തപ്പെട്ട മഹാനാണ് എന്നർത്ഥം. ആ നിലക്കാണ് ആ ലഖബ് ഉപയോഗിച്ചത്. ആ ലഖബ് കൊണ്ടാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? പിന്നെ ലഖബിനെ മുന്തിക്കുകയും ചെയ്തു. ആരാണ് ആള്? അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി. എപ്പോഴും ഇബ്നു ഹജർ അൽ ഹൈതമി നമ്മൾ കേൾക്കില്ലേ, അവരാണ്. പിന്നെ ആരുമാണ്? പിന്നെ ആരാണ് ഷെയ്ഖൈന, നമ്മുടെ ഷെയ്ഖുമാര്? വബഖിയ്യത്തുൽ മുജ്തഹിദീന, മറ്റ് ഫിഖഹിൽ ഗവേഷണം ചെയ്യാൻ കഴിവുറ്റതായിരിക്കുന്ന പണ്ഡിതന്മാരും. അതാരാണ്?
വജീഹുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ സിയാദ്. അബ്ദുറഹ്മാൻ ബിൻ സിയാദ് എന്നും സബീദി എന്നും രണ്ട് നുസ്ഖ കാണുന്നുണ്ട്. അപ്പൊ രണ്ടും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടിലും അറിയപ്പെടാറുണ്ട്. കാരണം വജീഹി എന്ന് പറയാൽ ജാഹുടയാള്, പേരും പെരുമയും ആളുകളുടെ ഇടയിലൊക്കെ അറിയപ്പെട്ട ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അപ്പൊ ആ സബീദി, അബ്ദുറഹ്മാൻ ബിൻ സബീദി അൽ സിയാദ് റളിയല്ലാഹു അൻഹുമ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർ രണ്ടാളത്തോട് തൃപ്തിപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ആ പേര് വായിച്ചത്. പിന്നെ ആരുമാണ്? വശൈഖൈ മശായിഖിന, നമ്മുടെ നമ്മുടെ ഷെയ്ഖന്മാർക്കുള്ള രണ്ട് ഷെയ്ഖന്മാർ. അത് ഷെയ്ഖന്മാർക്കുള്ള ഷെയ്ഖ്, അങ്ങനെയാണല്ലോ. അല്ല ആലിമുൽ അല്ലാമ, ആള് തന്നെ ആലിമാണ്. അല്ല ആ ആലിമിങ്ങൾക്ക് ആലിമായ ആള്, മുദരിസീങ്ങൾക്ക് മുദരിസായ ആള് എന്ന് പറയുന്ന ആ ശൈലി. അപ്പോ വശൈഖൈ മശായിഖിന, നമ്മുടെ ഷെയ്ഖന്മാർക്കുള്ള രണ്ട് ഷെയ്ഖുകൾ. അതാരാണ്? ഷെയ്ഖുൽ ഇസ്ലാം, ഷെയ്ഖു അഹ്ലുൽ ഇസ്ലാം. ഇസ്ലാമില് അറിയപ്പെട്ട വിജ്ഞാനത്തിന്റെ പവറുള്ള ആളുകൾക്കാണ് ഷെയ്ഖ് എന്ന് ഉപയോഗിക്കുക. ആ ഷെയ്ഖു മയദിബു ദബീബ എന്ന് നമ്മള് നഹ്വൊക്കെ പഠിക്കും. അതായത് ഇങ്ങനെ കൂണു നടക്കുന്ന ആളാണ്. ആ അർത്ഥമല്ല അവിടെ ഷെയ്ഖ്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഏതൊന്നിലാണോ അഗ്രഗണ്യനും മഹാറത്വം ഉള്ളത് ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഷെയ്ഖ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ വയസ്സിലൊന്നല്ല ഷെയ്ഖ് പറയണത്, വിജ്ഞാനത്തിന്റെ പവർ കൊണ്ട് അവര് എല്ലാം തികഞ്ഞു നിൽക്കുന്ന നിറക്കുടങ്ങളാണ്. ആ അർത്ഥത്തിൽ ഇവരെന്ത് പേര് വെച്ചു? ഷെയ്ഖ് എന്ന് പേര് വെച്ചു. അതായത് ഷെയ്ഖൈ മശായിഖിന, നമ്മുടെ ഷെയ്ഖന്മാർക്കുള്ള രണ്ട് ഷെയ്ഖ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം അൽ മുജദ്ദിദ്. അദ്ദേഹം ആ കാലഘട്ടത്തിലെ മുജദ്ദിദാണ്. കാരണം ഇന്ത്യ തേഞ്ഞു മാഞ്ഞു പോയിരുന്ന പല കാര്യങ്ങളും ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പുതിയ രീതിയിൽ പ്രബോധനങ്ങളൊക്കെ നടത്തിയ ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മുഹജ്ജിദ് സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെയോ വൽ ഇമാമുൽ അംജദ്, ശ്രേഷ്ഠതയും വളർമയും ഉടയതായ ഇമാം അഹ്മദുൽ മുസജ്ജിദ് റഹ്മഹുമുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല അവർ രണ്ടാളെ തൊട്ടും തൃപ്തിപ്പെടുമാറാവട്ടെ. ഇവരെ തൊട്ടും. അപ്പൊ ഇവരൊക്കെ അറിയപ്പെട്ട ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ആരും സ്വീകരിക്കുന്ന ഫത്വകളാണ് ഇവരെന്ന് വരിക. അത്രക്കും വിജ്ഞാനത്തിന്റെ പവർ ഏറിയ ആളുകളാണ്. ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എടുത്തു എന്ന് പറയുമ്പോൾ പിന്നെ അപ്പുറത്ത് നോക്കാനില്ല. നമ്മൾ പറയില്ലേ, ഒരു ലേഖനം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടാക്കി, ആരാ ഇതിന് അവതാരിക എഴുതിയത്? അപ്പൊ പറഞ്ഞു അതാ പാണക്കാട് നിന്നാണ്. മനസ്സിലായി. അപ്പൊ അവരുടെ ആ കയ്യൊപ്പുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു അല്ലേ? നമ്മളേതോ വാഹനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോലീസ് പിടിച്ചു. എങ്ങോട്ടാ പോണത്? ഇന്ന എടുക്കണം. അപ്പൊ ഏത് സംഘത്തിന്റെ ആളാരാ? അത് പാണക്കാട്. എന്നപ്പോ അത് പറയണ എന്താ? ആ ആളുകളുടെ വില കൊണ്ടാണ്. അപ്പൊ ആ നിലക്കുള്ള ഒരു പ്രയോഗമാണത് എന്ന് മനസ്സിലാക്കണം. വഗൈരിഹിം, ഇവരും ഇവരല്ലാത്തവരുമായ ആളുകള്. അവരും ആരാണ്? ഏതെങ്കിലും പള്ളിക്ക് ഖാദിയെ മുദരിസ് നിൽക്കുന്ന ആളുകളല്ല പറയണത്. പിന്നെ അവരൊക്കെ മുഹഖഖിൽ മുതഅഖിരീങ്ങളായ പിന്തി വന്നിട്ടുള്ളതായ ആ തഹ്ഖീഖിന്റെ അഹ്ലുകാരായ, കടിച്ചാൽ പൊട്ടാത്ത, അതായത് മറ്റൊരു സംശയത്തിന് അവകാശമില്ലാത്ത രീതിയിൽ മസ്തലകൾ പ്രതിപാദിച്ചു തരുന്ന തഹ്ഖീഖായി പറയുന്ന ആളുകള് എന്നർത്ഥം. ആ ആളുകളുടെ ഒക്കെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ഷറഹിനെയും ഈ കിതാബിനെയും ഒക്കെ തെരഞ്ഞെടുത്തത്. അതൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞെന്നാൽ എന്തായി? ആ കേൾക്കുന്ന ഇനി പഠിക്കാൻ പോണ കുട്ടിക്ക് മനസ്സിലായി ഇതിൽ ഏതാ പറയേണ്ടത്. ഇപ്പൊ നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ പറയണം, ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതായത് ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി ഹദീസിനെ മാത്രം എടുത്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ഇന്നൊന്ന് കേൾക്കണം. ബുഖാരി എന്നാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ഷരീഫിൽ നിന്നാണ് പറയുന്നത്, അങ്ങനെ പറയണം. അതല്ലെങ്കിൽ പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് നമുക്ക് കേരളത്തിൽ ഇസ്ലാമിന്റെ വെളിച്ചം വീശിയ മഹാനായ ഇന്നാണ് ആള് പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത് കേൾക്കാൻ മാത്രം ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ വിലയിരുത്തല്ലോ. അപ്പൊ ആ ശൈലി തന്നെയാണ് ഈ പ്രയോഗവും. അങ്ങനെ ഈ പറയപ്പെട്ട ആളുകളിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നിട്ട് പറയുന്നു, ഞാനിതിനെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് അറിയുമോ? അത് ഈ മുഅ്തമിദൻ എന്ന് പറഞ്ഞ ഹാലാണ്. ഇന്തഖബ്തു എന്ന് പറഞ്ഞ ഹാല്. ഇതിനെ ഈ മുഖ്തസറിനെ ഞാൻ തെരഞ്ഞെടുത്തു. ഞാൻ തന്നെ മുഅ്തമിദൻ, ചാരണം കൊണ്ടവനായ സ്ഥിതിയിൽ. എന്തിന്റെ മേൽ മുഅ്തമിദ്? അലാമ, ചില കാര്യങ്ങൾ മേൽ. ജസമ ബിഹി, ഒന്നുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഷെയ്ഖാൽ മദ്ഹബി, മദ്ഹബിന്റെ രണ്ട് ഷെയ്ഖന്മാർ ആരാണ്? മഹാനായ ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുന റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അതായത് ഷെയ്ഖാൽ മദ്ഹബിന്റെ രണ്ട് ഷെയ്ഖന്മാര്, അതായത് അൻ-നബവിയ്യു വർ-റാഫിഈ. അതാരാണ്? ഒന്ന് നബവി ഇമാമും വർ-റാഫി ഇമാമും. പിന്നെ പറയുന്നു നോക്കൂ, ഫൻ നബവിയു, പിന്നെ നബവി ഇമാമിനെയും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല്
രണ്ടാളും, അതായത് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു മസല വരുന്ന സമയത്ത്, ഇപ്പൊ നോമ്പിന്റെ മസലൊക്കെ അവിടെ പറയും, അതായത് ഫർദ് നോമ്പും അതുപോലെ തന്നെ സുന്നത്ത് നമ്മൾ കൂട്ടി നോക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞൊരു മസല നമുക്ക് നോമ്പിൽ പ്രതിപാദിക്കും. അവിടെ ഫൻ നബി എന്നുള്ളൊരു ഇബാറത്തൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താ, അവിടെ ഈ രണ്ട് മസലകളിലും ഒരു ഇഖ്തിലാഫ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇഖ്തിലാഫ് വരുന്ന സ്ഥലങ്ങളിൽ അവിടെ ഇഖ്തിലാഫ് റാഫിമാമും നബിമാമും ഒരു മസലയിൽ ഇഖ്തിലാഫ് ആയാൽ ആരെ മസലയാണ് അവിടെ എടുക്കേണ്ടത്? അവിടെ എടുക്കേണ്ടത് ഇമാമുന നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടേതാണെന്ന് ഇതിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നടക്കുന്ന മസലകളൊക്കെ പറയുമ്പോഴും മസലയിൽ എവിടെയെങ്കിലും ഒരു ഇഖ്തിലാഫ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നോക്കിയാൽ മതി അവിടെ ഏത് മസല എടുക്കേണ്ടത് ഇമാം നബിന്റെയാണ്, ആ മസലയാണ് നമ്മളിവിടെ എടുക്കേണ്ടത് എന്നാണ് നമ്മുടെ മുസന്നിഫ് ഷാരിഹും നമുക്ക് വിശദീകരിച്ച് തന്നത് എന്ന്. അപ്പൊ ഫൻ നബിയു, അങ്ങനെ ഫൻ നബിയോ അപ്പോ പിന്നെ ഇന്ത ഇഖ്തിലാഫിഹിമ എന്നാണ് ഫൻ നബിയോ അപ്പൊ എടുക്കണം. എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ്. അങ്ങനെ ഒരു ഇഖ്തിലാഫ് വന്നു കഴിഞ്ഞാൽ അപ്പൊ എടുക്കേണ്ടത് ആരെയാണ്? ഫൻ നബവിയു. അങ്ങനെ ഇഖ്തിലാഫിന്റെ സമയത്ത് ഇന്ത ഇഖ്തിലാഫിഹിമ ഫൻ നബവിയു, അപ്പൊ നബിമാന്റെ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർ രണ്ടാൾ ഇത്തിഫാക്കായതാണ് എടുക്കേണ്ടത്. പിന്നെ ആരതാണ്? മുഹഖിഖുൽ മുതഅഖിരീന. പിന്നെ അവർ കഴിഞ്ഞാല് പിന്നെ മുതഅഖിരീങ്ങളായ മുഹഖിഖുകളായ ആളുകളുടെ മസലയാണ് പിന്നെ എടുക്കുന്നത്. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൊട്ടൊക്കെ തൃപ്തിപ്പെടട്ടെ. റളിയല്ലാഹു അൻഹും. എന്നിട്ട് പറയും, ഞാൻ അതിനെ പേര് വെച്ചു. എന്താണ് പേര് വെച്ചത്? ഖുർറത്തുൽ ഐനി ബി ബയാനി മുഹിമ്മാത്തി അഹ്കാമി ദീൻ എന്ന് പേര് വെച്ചല്ലോ. ഞാൻ ഇങ്ങനെ പേര് വെക്കാനുള്ള കാരണം റാജിയൻ, ഞാൻ തന്നെ ആഗ്രഹിച്ചവനായിട്ട് എന്നല്ലാതെ എന്റെ പേര് ബോർഡിൽ എഴുതിയിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തൂങ്ങണം എന്ന പേരിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു യോഗത്തിൽ വിളിച്ചിട്ട് എന്നെ അധ്യക്ഷനാക്കണം എന്ന് കരുതിയിട്ടല്ല, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നിനക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അള്ളാഹുന്റെ വജ്ഹാണ് റാജിയമിൻ റബ്ബിന, നമ്മുടെ റബ്ബിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചവനായ സ്ഥിതി അർ റഹ്മാനി, റഹ്മാനായ റബ്ബ്, റഹ്മാനായ റബ്ബിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചവനായ സ്ഥിതിയിൽ എന്താണ് ഞാൻ ആഗ്രഹിച്ചത്? ബിഹി, ഈ മുഖ്തസർ കൊണ്ട് ഉപകാരം കിട്ടണം. ആർക്ക്? ബുദ്ധിമാന്മാരായ ആളുകൾക്ക്. ബുദ്ധിയില്ലാത്ത സഫാത്തൊക്കെ തെരഞ്ഞ ആളുകൾ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഓരോ ഇതിലൊന്നും പിടുത്തം കിട്ടൂല. ഓല അങ്ങനെ കേട്ടത് കേൾക്കാത്ത പോയി അങ്ങനെ പോകും. അപ്പൊ ഇത് ഓതുന്ന ആളുകളും കുറച്ച് ബുദ്ധി വിവേകത്തോട് കൂടെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഓതണം. മറ്റേത് ആരോട് ചോദിച്ചാൽ ഓതി അലിഫി ഓതി മിഷ്കാത്തും ഇതൊക്കെ ഓതിയിട്ടുണ്ട്, ഇനിയിപ്പോ ഒരു കഞ്ഞു കോളേജിലേക്ക് പോവാണ്, കഴിഞ്ഞു, പൊളിഞ്ഞു കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ആണ് ഉണ്ടാകുന്നത്. പിന്നെയോ ഫത്തുൽമീനിലെ വിഷയങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും തട്ടിപ്പൊട്ട് എവിടെയോ ഒരു തഹാറത്തിന്റെ ബാബ്, പിന്നെ ഒരു അദാന്റെ ബാബ്, അങ്ങനെയൊക്കെ ഓതിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ചോദിച്ചു ഫത്തുൽമീൻ എവിടെ ഓതി? അപ്പൊ ഒരു കുട്ടി പറഞ്ഞു സക്കാനിക്ക, സക്കാത്ത് എന്നാ പറയുന്നത് നിക്കാഹ് എന്നാ പറയുന്നത് കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പൊ കുട്ടി എന്നുണ്ട് സക്ക നിക്കാന്ന് പറഞ്ഞു. രണ്ടിലും കൂട്ടിയിട്ട് പറഞ്ഞു. ഇങ്ങനെയുള്ള അവസ്ഥയല്ല. പക്ഷെ എന്ത് വേണം? ബുദ്ധിയുള്ളവരാണെങ്കിൽ ആ ബാബിന്റെ തുടക്കം കണ്ടു, ഇതിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കി അതിനെ താത്വികമായി ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാനുള്ള ഒരു പക്വതാണ്. പിന്നെ മാത്രവുമല്ല, നമ്മൾ പഴയ കാലത്തൊക്കെ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായെങ്കിൽ ഉണ്ട് മനസ്സിലാക്കാം, കുറച്ച് പിന്നെ ബുദ്ധിശേഷി കുറഞ്ഞ കുട്ടികൾ എന്താക്കും? കിതാബ് ഓതാൻ പറഞ്ഞേക്കും. ഐറ്റങ്ങൾ അറിയാൻ എന്താക്കും? പിന്നെ തലക്കെട്ട് വലിയ ഉഫുക്കായിട്ട് നടക്കും. പക്ഷെ ഈ വിഷയം പഠിക്കാൻ ആരാണ് ഇറങ്ങേണ്ടത്? ഏറ്റവും ബുദ്ധിയുള്ള ഒരു കുട്ടിനെ പറഞ്ഞേക്കേണ്ടത്. എന്റെ ക്ലാസ് കേൾക്കുന്ന എന്റെ സഹോദരിമാര് ചിന്തിക്കണം. നമ്മളെ മക്കള് ഉണ്ടെങ്കിൽ ആ മക്കളിൽ ഏറ്റവും കഴിവുറ്റ, ഏറ്റവും ബുദ്ധിയുള്ള, വിവേകമുള്ള കുട്ടിയെയാണ് ഈ വിഷയത്തിന് പറഞ്ഞേക്കേണ്ടത്. കാരണം ഖുർആനും ഹദീസും ഫിഖ്ഹും പഠിക്കേണ്ടത്, അതിന് ബുദ്ധി വേണം. അപ്പൊ ബുദ്ധിയില്ലാത്തവരല്ല ഇതിലേക്ക് പറഞ്ഞേക്കേണ്ടത്. അവരെയാണ് ഞാൻ അതുകൊണ്ട് രക്ഷമിടുന്നത് എന്ന് വളരെ പോയിന്റ് ഉള്ള ഒരു വാക്ക് മഹാനായ നമ്മുടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ മുഖദ്ദിമയിൽ കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെയെങ്കിലും ഓതിയിട്ട് പോകണ്ട, ഫത്തുൽമീനെ കുറ്റപ്പെടുത്തണ്ട എന്നുള്ള ശൈലിയുണ്ട്. അപ്പൊ ബുദ്ധിയുള്ളവർ ഇറങ്ങിക്കോളി, അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുള്ള ഒരു ശൈലിയും കൂടി അതിന് കിട്ടി. നല്ല ഒത്ത വാക്കുകളെ പ്രയോഗിച്ചുകൊണ്ടാണ് കിതാബിന്റെ മുഖദ്ദിമ തന്നെ അവരിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളൊക്കെ ബുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ ബുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാതൊക്കെയായാലും പിന്നെന്തും വേണം? തഖറബിഹി, ഈ മുഖ്തസർ കാരണമായിട്ട് കുളിർമയാവണം. ഐനി, എന്റെ കണ്ണിന് എനിക്ക് കുളിർമ കിട്ടണം. എപ്പോൾ? ഗദൻ, നാളെ, അൽ യൗമൽ-ആഖിർ, അവസാന ദിവസത്തില്. എന്തുകൊണ്ട് കണ്ണ് കുളിർമയാവണം? ബിന്നദരി, നോക്കൽ കൊണ്ട്. എവിടേക്ക് നോക്കുന്നു? ഇലാ വജ്ഹിൽ കരീം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിലേക്ക്, ദാത്തിലേക്ക് നോക്കണം. അപ്പൊ അതിന് കുളിർമയാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജുസ് പറഞ്ഞിട്ട് കുല്ല് ഉദ്ദേശമാണ് എന്റെ ദാത്ത് എന്നർത്ഥം. എന്റെ ശരീരം എനിക്ക് കുളിർമ കിട്ടണം എന്നേ ഉദ്ദേശമുള്ളൂ. അതെന്നാള് യൗമൽ-ആഖിറില് ബിന്നദരി ഇലാ വജ്ഹിൽ കരീം, ആ കരീമായ ഔദാര്യവാനായ അള്ളാഹുവിന്റെ ദാത്തിലേക്ക് നോക്കിക്കൊണ്ട് എനിക്ക് സന്തോഷം കിട്ടണം. എപ്പോ? ബുക്റത്തം വാശിയ,
പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും രാവിലെയും വൈകിട്ടും, അതായത് കുല്ല ഔഖാത്തിൻ, എല്ലാ സമയവും. അപ്പൊ ഈ കിതാബ് രചിക്കൽ കൊണ്ട് ഞാൻ ലക്ഷ്യമിടുന്നത് അള്ളാഹുവിന്റെ ലിഖാവ് കണ്ടുകൊണ്ടുള്ള ഒരു സന്തോഷമാണ്. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം, മഗ്‌രിബിക്ക് പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അങ്ങനെയാണ് സാലിമീന ബിഇസ്സതിക അൻ തുദ്ഖിലന ജന്നാത്തിൽ ഫിർദൗസി മഅൽ ഫദ്ലിക്കൽ കരീം ആമിനീന ബിഫദ്ലിക അങ്ങനെ ആമിനീന ബിഫദ്ലിക അൻ തർസുഖന ലിഖാഅ ജലാലി ജമാലി കമാലി വജ്ഹിക്കൽ കരീം ഫി ജന്നാത്തിൻ നഈം യാ റബ്ബൽ ആലമീൻ എന്ന് നമ്മൾ ദുആ ചെയ്യണം. ആ ദുആ നമ്മൾ നിരന്തരമായി കൊണ്ടുവരണം. നാം നോക്കൂ, ഒരു കിതാബ് രചിക്കുന്ന സമയമാണ്. ആ സമയത്ത് മഹാനായ നമ്മുടെ സയ്യിദി മഖ്ദൂം അവർക്ക്, നമ്മുടെ മുസന്നിഫിന് മനസ്സിലുണ്ടായ ഒരു ആഗ്രഹം എന്താണ്? അതാണ് അവിടെ ആഗ്രഹിച്ചു കൊണ്ടാണ്. അപ്പൊ പിന്നെ അത് പൂർത്തിയാവും. അപ്പൊ അത് അതിനെ എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ള ആ രീതിയിൽ തന്നെ ആവുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും ആ അനുഗ്രഹം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊക്കെ കൂടെ അള്ളാഹുന്റെ റസൂലിന്റെ ഒപ്പം ആ പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അള്ളാഹുവിന്റെ ലിഖാവ് കണ്ട് സന്തോഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇന്ന് റബീഉൽ അവ്വലിന്റെ തുടക്കമല്ലേ, നമുക്കൊരു സ്വലാത്ത് ചൊല്ലാം. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് സല്ലു അല നബിയിൽ മുസ്തഫൽ മുഖ്താർ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി.